സെവൻത് സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിൻ്റെ സെവൻത് ചാപ്റ്ററായ ഹ്യൂമൻ ബോഡി എ വണ്ടർ, സർക്കുലേഷൻ, എക്സ്ക്രേഷൻ ആൻഡ് നെർവസ് കോർഡിനേഷൻ, മനുഷ്യ ശരീരം ഒരു വിസ്മയം, രക്തപര്യനം, വിസർജനം, നാഡീ ഏകോപനം എന്ന ചാപ്റ്ററിലെ ലെറ്റേഴ്സും കുറച്ച് ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നോക്കാം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ. Which among the following organs does not perform the function of excretion? താഴെ പറയുന്നവയിൽ വിസർജനം എന്ന ധർമ്മം നിർവഹിക്കാത്ത അവയവം ഏതാണ്? ഇതിലേതാണ് പറഞ്ഞത്? ഹാർട്ട്. ആരാണ്? ഹാർട്ട്, ഹൃദയം. ബാക്കിയെല്ലാം എക്സ്ക്രേഷനിൽ വരുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? പൾസ് റേറ്റ് ഇൻക്രീസസ് വൈൽ റണ്ണിങ്. ഓടുമ്പോൾ പൾസ് നിരക്ക് കൂടുന്നു. ആൾ ഇൻഡിവിജ്വൽസ് ഹാവ് ദ സെയിം പൾസ് റേറ്റ്. എല്ലാ വ്യക്തികളുടെയും പൾസ് നിരക്ക് തുല്യമാണ്. പൾസ് റേറ്റ് ക്യാൻ ബി ചെക്ക് അറ്റ് ദ റെസ്റ്റ് ഓൺലി. കൈത്തണ്ടയിൽ മാത്രമേ പൾസ് നിരക്ക് അളക്കാൻ പറ്റൂ. പൾസ് റേറ്റ് ആൻഡ് ഹാർട്ട് റേറ്റ് ആർ ഡിഫറെന്റ്. പൾസ് നിരക്കും ഹൃദയസ്പന്ദന നിരക്കും വ്യത്യസ്തമാണ്. ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഫസ്റ്റിലത്തെ. പൾസ് റേറ്റ് ഇൻക്രീസസ് വൈൽ റണ്ണിങ്. ഓടുമ്പോൾ പൾസ് നിരക്ക് കൂടുന്നു. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഷുഡ് ബി ഡൺ ടു പ്രിവെന്റ് യൂറിനറി ഇൻഫെക്ഷൻ? മൂത്രാശയ രോഗങ്ങൾ തടയാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ ടു ഹെൽപ്പ് ഫ്ലാഷ് ബാക്ടീരിയ ഔട്ട് ഓഫ് യുവർ യൂറിനറി ട്രാക്ട്. പര്യാപ്തമായ വെള്ളം കുടിക്കണം, ധാരാളം വെള്ളം കുടിക്കണം. ഡോണ്ട് ഹോൾഡ് യൂറിൻ ഫോർ ലോങ് പീരിയഡ്സ്. കൂടുതൽ സമയം നമ്മൾ മൂത്രം കൺട്രോൾ ചെയ്ത് നിർത്താൻ പാടില്ല. പ്രാക്ടീസ് ഗുഡ് ഹൈജീൻ. എപ്പോഴും വൃത്തിയായിരിക്കണം. അവോയ്ഡ് ഇറിറ്റേറ്റിംഗ് ഫെമിനൈൻ പ്രോഡക്ട്സ്. ഇറിറ്റേറ്റ് ആയിട്ടുള്ള ഫെമിനൈൻ പ്രോഡക്ട്സുകൾ ഉപയോഗിക്കാതെ ഇരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഫിസിക്കൽ ഡിസ്കംഫോർട്ട്സ് ദാറ്റ് മേ ഒക്കർ ഡ്യൂറിങ് മെൻസ്ട്രേഷൻ? ആർത്തവകാലത്ത് ഉണ്ടാകാനിടയുള്ള ശാരീരിക അസ്വസ്ഥതകൾ എന്തെല്ലാം? നമുക്ക് ടെസ്റ്റിൽ തന്നെ ഇത് കൊടുത്തിട്ടുണ്ട്. സം പീപ്പിൾ മേ എക്സ്പീരിയൻസ് സിവിയർ abdominal pain, vomiting, back pain and leg cramps before and during menstruation. Some people may also develop excessive anger and anxiety during this period. എന്താണ്? ആർത്തവത്തിന് മുന്നോടിയായും ആർത്തവ സമയത്തും കലശലായ അടിവയർ വേദന, ഛർദി, നടുവേദന, കാലിന് കഴപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ ചിലർക്ക് അനുഭവപ്പെടാറുണ്ട്. ചിലർക്ക് എന്താണ്? അമിത ദേഷ്യം, ഉത്കണ്ഠ എന്നിവയും ഉണ്ടാകാം. Okay, fifth question. The most important organ in the human body is the brain. Substantiate. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് മസ്തിഷ്കം. അതെന്താണെന്ന് സമർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രെയിൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർഗൻ ഇൻ ദ ബോഡി. ഇറ്റ് ഈസ് protected inside the skull. Some of the major functions of the brain are to control movements of various muscles of the body, coordinate all activities of the body, and give instruction to the cells. The brain is the center of the vision, hearing, memory, intelligence, imagination, and emotions. Brain is active not only when you are awake but also when you are asleep. All the body functions are controlled and coordinated by the nervous system. ഓക്കെ, ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് മസ്തിഷ്കം. സമർത്ഥിക്കുക. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് മസ്തിഷ്കം. മസ്തിഷ്കം തലയോട്ടിക്കുള്ളിലാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക, ശരീരത്തിലെ പ്രവർത്തനങ്ങളെയെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവ മസ്തിഷ്കത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ, ബുദ്ധി എന്നിവയുടെ എല്ലാം കേന്ദ്രം മസ്തിഷ്കമാണ്. ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല ഉറങ്ങുമ്പോഴും മസ്തിഷ്കത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ ആർ സം ഡ്രഗ്സ് ആൻഡ് ഗ്ലൂക്കോസ് ഇൻജെക്റ്റഡ് ഡയറക്ട്ലി ഇൻ ടു ദ ബ്ലഡ്? എന്തിനാണ് ചില മരുന്നുകളും ഗ്ലൂക്കോസുകളും നേരിട്ട് രക്തത്തിലേക്ക് കുത്തിവെക്കുന്നത്? എന്താണ്?
The drugs and glucose injected directly into the blood reach all parts of the body. രക്തത്തിൽ നേരിട്ട് കുത്തിവയ്ക്കുന്ന മരുന്നുകളും ഗ്ലൂക്കോസും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ പാർട്സ് ഓഫ് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. മനുഷ്യന്റെ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതെല്ലാമാണ്? ബ്ലഡ്, ബ്ലഡ് വെസൽസ്, ഹാർട്ട്. ഏതൊക്കെ? ബ്ലഡ്, ബ്ലഡ് വെസൽസ്, ഹാർട്ട്. ഓക്കെ. രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം? രക്തപര്യന വ്യവസ്ഥയുടെ പ്രധാന ധർമ്മം എന്താണ്? An important function of a circulatory system is to transport nutrients and oxygen-rich blood from the heart to all parts of the body, and also to carry carbon dioxide-rich blood from different parts of the body to the heart. ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷകഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗത്ത് എത്തിക്കുന്നതും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ എത്തിക്കുന്നതും ആരാണ്? രക്തപര്യന വ്യവസ്ഥയുടെ ഒരു പ്രധാന ധർമ്മമാണ്. സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഫംഗ്ഷനാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ഫുഡ് ഐറ്റംസ് കണ്ടെയ്നിങ് അയൺ. ഇരുമ്പടങ്ങിയ ചില ഭക്ഷ്യവസ്തുക്കളെ കണ്ടെത്താനാണ്. ഏതൊക്കെയാണ്? ഡേറ്റ്സ്, എഗ്, മൊറിംഗ ലീവ്സ്, സ്പിനാച്ച്, ബീൻസ്, ബ്രോക്കോളി, പംകിൻ സീഡ്സ്. ഏതൊക്കെയാണ്? ഈന്തപ്പഴം, കോഴിമുട്ട, മുരിങ്ങയില, ചീര, ബീൻസ്, ബ്രോക്കോളി, മത്തങ്ങ വിത്തുകൾ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് it to include iron-rich foods in your diet? ഇരുമ്പടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഹീമോഗ്ലോബിൻ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ക്യാരിയിങ് ഓക്സിജൻ ഫ്രം ദ ലങ്സ് ടു ദ സെൽസ് ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ സെൽസ് ടു ദ ലങ്സ്. അപ്പോൾ ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിൽ രക്തത്തിലെ ഹീമോഗ്ലോബിന് പ്രധാന പങ്കുണ്ട്. അയൺ ആൻഡ് പ്രോട്ടീൻസ് ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇരുമ്പും പ്രോട്ടീനും. അയണും പ്രോട്ടീനുമാണ്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇൻക്ലൂഡ് അയൺ റിച്ച് ഫുഡ്സ് ഇൻ അവർ ഡയറ്റ്. അതുകൊണ്ട് തന്നെ ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് പ്രധാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് RBC ആൻഡ് WBC. റെഡ് ബ്ലഡ് സെൽസും വൈറ്റ് ബ്ലഡ് സെൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. വെളുത്ത രക്തകോശങ്ങളും ചുമന്ന രക്തകോശങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന്. WBC, വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞാൽ നോ ഡെഫിനിറ്റ് ഷേപ്പ്, ഹാസ് ന്യൂക്ലിയസ്, ഡെസ്ട്രോയ് പാത്തോജൻസ്. എന്താണ്? വെളുത്ത രക്തകോശത്തിലെ നിശ്ചിതാകൃതിയില്ല, മർമ്മമുണ്ട്, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. RBC ആണെങ്കിലോ, റെഡ് ബ്ലഡ് സെൽസ് ആണെങ്കിലോ ഡിസ്ക് ഷേപ്പ് ആണ്, നോൺ ന്യൂക്ലിയേറ്റഡ്, കണ്ടെയ്ൻസ് ഹീമോഗ്ലോബിൻ, ട്രാൻസ്പോർട്ട് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഡിസ്കിന്റെ ആകൃതിയാണ്, മർമ്മമില്ല, ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് എന്നിവയുടെ വിനിമയം നടത്തുന്നു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ് ആർ ദെയർ ഇൻ അവർ ബോഡി? എത്ര തരം രക്തക്കുഴലുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്? എത്ര എണ്ണം ഉണ്ട്? ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലാരീസ്. സിര, ധമനി, ലോമികകൾ. 3 എണ്ണം അല്ലേ? അടുത്ത അതെന്താണെന്ന് നോക്കിയോ. ആർട്ടറീസ് എന്ന് പറഞ്ഞാൽ, ആർട്ടറീസ് ആർ ദ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ദ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി. അപ്പോൾ എന്താണ് ധമനികൾ? ആർട്ടറീസ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലുകൾക്കാണ് എന്ന് പറയുന്ന ആർട്ടറീസ് ഓർ ധമനികൾ എന്ന് പറയുന്നത്. അടുത്ത വെയിൻസ്. Veins are the blood vessels that carry carbon dioxide rich blood from the different parts of the body to the heart. സിരകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളാണ് സിരകൾ ഓർ വെയിൻസ് എന്ന് പറയുന്നത്. അടുത്ത കാപ്പിലാരീസ്, ലോമികകൾ. Capillaries are the thin blood vessels that connect arteries and veins. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ എന്ന് പറയുന്നത്. കണക്ട് ചെയ്യുന്ന ആരെയൊക്കെ? ആർട്ടറീസിനെയും വെയിൻസിനെയും കണക്ട് ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ആണ് കാപ്പിലാരീസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ഹാർട്ട്?
എന്തൊക്കെയാണ് മനുഷ്യഹൃദയത്തിന്റെ സവിശേഷതകൾ? എന്താണ്? ദ ഹാർട്ട് ഈസ് അബൌട്ട് ദ സൈസ് ഓഫ് എ ക്ലെൻച്ച്ഡ് ഫെസ്റ്റ്. ഹൃദയത്തിന് എന്താ നമ്മുടെ അവരവരുടെ മുഷ്ടിയോളം വലിപ്പമുണ്ട്, അതറിയാലോ. ദ ഹാർട്ട് ഈസ് കവേർഡ് ബൈ എ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ കാൾഡ് പെരികാർഡിയം. ഹൃദയത്തെ ആവരണം ചെയ്തുകൊണ്ടുള്ള ഇരട്ട സ്ഥലമുണ്ട്, ഇതിനെന്തോന്ന് പറയുന്നു? പെരികാർഡിയം എന്ന് പറയുന്നു. ദ ഹ്യൂമൻ ഹാർട്ട് ഹാസ് 4 ചാമ്പേഴ്സ്. മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? 4 അറകൾ ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വേൾഡ് ഹാർട്ട് ഡേ എന്നാണ് ലോക ഹൃദയ ദിനം? സെപ്റ്റംബർ 29. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കിഡ്നി, വൃക്കകൾ. കിഡ്നീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജനാവയവമാണ് വൃക്കകൾ എന്ന് പറയുന്നത്. ദേ ആക്ട് ആസ് ഫിൽറ്റേഴ്സ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഇവ മനുഷ്യ ശരീരത്തിലെ അരിപ്പകളായി പ്രവർത്തിക്കുന്നു. Kidneys are bean shaped and are located in the abdominal cavity on either side of the vertebral column. പയർവിത്തിന്റെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിൽ നട്ടെല്ലിന്റെ ഇരുഭാഗങ്ങളിലുമായിട്ടാണ് കാണപ്പെടുന്നത്. കിഡ്നീസ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് ദ പ്രോപ്പർ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ആൻഡ് സാൾട്ട് ഇൻ ദ ബോഡി. ശരിയായ അളവിൽ ജലം, ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിലനിർത്തുന്നതിന് വൃക്കകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദ ബ്ലഡ് ഇൻ ദ റീനൽ ആർട്ടറി ഡിഫർ ഫ്രം ദാറ്റ് ഇൻ ദ റീനൽ വെയിൻ? വൃക്കാധമനി, വൃക്കാസിര എന്നീ രക്തക്കുഴലുകളിലെ രക്തത്തിന് എന്ത് വ്യത്യാസമാണ് ഉള്ളത്? നോക്കൂ. ദ റീനൽ ആർട്ടറി ക്യാരീസ് ബ്ലഡ് ടു ദ കിഡ്നീസ്. വൃക്കാധമനി വഴി എത്തുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. This blood contains urea, glucose, salt, oxygen and other components. But the blood returning through the renal vein after filtration contains comparatively less amount of urea, glucose, salt, oxygen and other components. അതായത് the renal artery carries blood to the kidneys. This blood contains urea, glucose, salt, oxygen and other components. വൃക്കാധമനി വഴി എത്തുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. But the blood returning through the renal vein after filtration contains comparatively less amount of urea, glucose, salt, oxygen and other components. എന്നാൽ അരിക്കലിന് ശേഷം വൃക്കാസിരയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്കിൻ മസ്റ്റ് ബി തറോലി ക്ലീൻഡ് വൈൽ ബാത്തിങ്. വൈ? കുളിക്കുമ്പോൾ ത്വക്ക് നന്നായി വൃത്തിയാക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? Sweat comes out from the sweat glands through the minute pores in the skin. If the sweat accumulates in the skin, it will cause diseases. Therefore, skin must be thoroughly cleansed while bathing. ത്വക്കിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് സ്വേദഗ്രന്ഥിയിൽ നിന്ന് വിയർപ്പ് പുറത്തു വരുന്നത്. ഇവ ത്വക്കിൽ അടിഞ്ഞുകൂടിയാൽ രോഗങ്ങൾ ഉണ്ടാകും. അതിനാൽ കുളിക്കുമ്പോൾ ത്വക്ക് നന്നായി വൃത്തിയാക്കേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What are the health problems that will occur if you don't drink enough water and urinate at regular intervals? ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും മൂത്രമൊഴിക്കുകയും ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും യഥാസമയം മൂത്രം ഒഴിക്കുകയും ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രോപ്പർ functioning of the kidneys requires adequate intake of water. If we don't urinate for a long time, pathogens will get multiplied in the urethra and bladder, leading to infection, which causes pain in lower
അബ്ഡോമൻ ആൻഡ് ബേണിംഗ് സെൻസേഷൻ വൈൽ യൂറിനേറ്റിംഗ്. അതായത് വൃക്കകൾ ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ദീർഘനേരം മൂത്രമൊഴിക്കാതിരുന്നാൽ മൂത്രവാഹിയിലും മൂത്രാശയത്തിലും രോഗാണുക്കൾ പെരുകി മൂത്രാശയ അണുബാധ ഉണ്ടാകും. ഇതുമൂലം അടിവയറ്റിൽ വേദന ഉണ്ടാകുകയും മൂത്രമൊഴിക്കുമ്പോൾ പുകച്ചിലും വേദനയും അനുഭവപ്പെടുകയും ചെയ്യും. വാട്ട് ആർ ദ മെയിൻ പാർട്സ് ഓഫ് നെർവസ് സിസ്റ്റം? എന്താണ്? ദ ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാണ്? മസ്തിഷ്കം അഥവാ തലച്ചോറ്, സുഷുമ്ന, നാഡികൾ എന്നിവയാണ് നാഡീവ്യവസ്ഥയിൽ വരുന്നത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.